ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാമത്തെ ടെസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ടെസ്റ്റ് സമനിലയിൽ അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് മഴ പെയ്ത് പിന്നീട് കളി നടത്തിയില്ല. ശരിക്കും ഇന്ത്യ തോൽക്കേണ്ട ടെസ്റ്റായിരുന്നു. ഇന്ത്യ കളി തിരിച്ചു പിടിച്ചു, പക്ഷെ ഇന്ത്യക്ക് ജയിക്കാൻ സാധിച്ചില്ല. മഴ വില്ലനായി. എങ്കിലും ഇന്ത്യ തോൽക്കാതെ രക്ഷപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാമത്തെ ടെസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓസ്ട്രേലിയ ആദ്യ ഇന്നിംഗ്സിൽ 445 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യ ആകട്ടെ 206 റൺസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഓസീസിന് വലിയ രീതിയിൽ ലീഡുണ്ടായിരുന്നു. ഇന്ത്യ കളി തോൽക്കുമെന്ന് എല്ലാവരും കരുതി. എന്നാൽ ഇന്നത്തെ രണ്ടാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ 89 റൺസ് എടുത്തപ്പോൾ 7 വിക്കറ്റ് അവരുടെ പോയിട്ടുണ്ടായിരുന്നു. തോൽക്കേണ്ട മത്സരമാണ് ഇന്ത്യ തിരിച്ചു പിടിച്ചത്. പിന്നീട് ഇന്ത്യ ഇന്ന് സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. ജയ്സ്വാളും രാഹുലുമാണ് കളത്തിലെത്തിയത്. രണ്ടുപേരും ബാറ്റ് ചെയ്യാൻ ആരംഭിച്ചു. ഈ സമയത്താണ് മഴ വില്ലനായി എത്തിയത്. ഇന്ന് ഇന്ത്യക്ക് ടാർഗറ്റ് 275 റൺസായിരുന്നു. ടെസ്റ്റിന്റെ അവസാനത്തെ ദിവസമായിരുന്നു ഇന്ന്. ഇന്നത്തെ ദിവസം ഈ ടാർഗറ്റ് മറികടന്നാൽ ഇന്ത്യക്ക് മൂന്നാമത്തെ ടെസ്റ്റ് ജയിക്കാമായിരുന്നു. പക്ഷേ മഴ പെയ്തതുകൊണ്ട് കളി നടന്നില്ല. ഇപ്പോഴിതാ ടെസ്റ്റ് സമനിലയിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് ഓസീസിന്റെ നടുവൊടിച്ചത് സിറാജും ബുംറയുമായിരുന്നു. രണ്ടുപേരും മികച്ച ബൗളിംഗ് ആണ് പുറത്തെടുത്തത്. അതുകൊണ്ടാണ് ഓസ്ട്രേലിയ പെട്ടെന്ന് ഔട്ടായത്. ഇല്ലെങ്കിൽ അവർ നല്ല കൂറ്റൻ ടാർഗറ്റ് എടുത്തേനെ. പക്ഷേ ഗാബയിൽ ഇന്ത്യക്ക് ചരിത്രം നിർത്താൻ പറ്റിയ സുവർണ അവസരമായിരുന്നു. കാരണം 275 റൺസ് മാത്രമേ ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നുള്ളൂ. ടെസ്റ്റ് T20 പോലെ കളിച്ചാൽ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ഇന്ത്യക്ക് ഈസി ആയിട്ട് ഈ റൺസ് മറികടക്കാം. പക്ഷേ മഴയാണ് വില്ലനായത്. എങ്കിലും ഇന്ത്യ തോൽക്കാതെ ടെസ്റ്റ് സമനിലയാക്കി. ഓസ്ട്രേലിയ ഈസി ആയിട്ട് ടെസ്റ്റ് ജയിക്കുമെന്നാണ് കരുതിയത്. അവിടെ നിന്നാണ് ഇന്ത്യ കളി തിരിച്ചു പിടിച്ചത്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും.